പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ സന്ധ്യാവേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആമേൻ പാസ്റ്റർ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്ന സബ്ജക്റ്റുമായിട്ട് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടുവാൻ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് കാരണമായിരിക്കുന്ന ഗീഗം തിയോളജിക്കൽ സെമിനാരിക്കായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഭാരവാഹികൾക്കായി എല്ലാ ഡയറക്ടർ സാറിനായി, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ്, മറ്റ് ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എനിക്ക് ദൈവത്തിന്റെ ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ ടൈമില് ക്ലാസ്സിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ പഠിക്കുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടവരായിരിക്കുന്ന മേഖലകളിൽ കർത്താവിനുമായി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണം. തുടർന്ന് ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ദൈവമേ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായിരുന്നു കൂടെ ഇരുന്ന് വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാനായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ഒരു വേഗത്തിൽ ജോയിൻ ചെയ്യപ്പെട്ടുള്ള സാഹചര്യങ്ങൾ അവിടുന്ന് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകൾ പ്രതികൂലമാണെങ്കിലും അനുകൂലമായി അങ്ങ് ഞങ്ങളോട് കൂടെയുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥനയോജന കേട്ട കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവജനം പഠിക്കുവാനായിട്ട് ഇപ്രകാരം ഒരു സാവകാശം ദൈവത്താൽ നമുക്ക് ഒരുങ്ങപ്പെട്ടല്ലോ. ഈ ക്ലാസ്സിനായിട്ട് സമയം കണ്ടെത്തി സമയം വേർതിരിച്ച് ആയിരിക്കുന്ന എല്ലാ അഭിഷിദ്ധദാസിദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് കാരണമായിരിക്കുന്ന ഗീഗോൺ തിയോളജിക്കൽ സെമിനാരി, അതിലെ എല്ലാ പ്രവർത്തകരെയും ദൈവം ധാരാളമായിട്ട് ആശീർവദിക്കട്ടെ. എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പാസ്റ്റർ കെയർ ആൻഡ് കൗൺസിലിംഗ്, ഇടയ പരിപാലനവും ഉപബോധനവും എന്ന സബ്ജക്റ്റിന് ആധാരമായിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടായിരിക്കുന്നത്. 2 ക്ലാസ് നമുക്ക് ഓൾറെഡി കഴിഞ്ഞു. ഇത് 3ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത വ്യാഴാഴ്ച ഒക്ടോബർ 2-ാം തീയതി എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അതിനു പകരം നമ്മുടെ ഡോക്ടർ രാജു തോമസ് സാറ് പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും അടുത്ത വ്യാഴാഴ്ച ക്ലാസ് എടുക്കുന്നത്. അത് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഞാൻ എല്ലാവർക്കും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇടയ ശുശ്രൂഷ, എന്താണ് ഇടയ ശുശ്രൂഷ എന്നതും ഒരു ഇടയന്റെ യോഗ്യതകളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കപ്പെടാനായിട്ട് ഇടയായത്. കഴിഞ്ഞ ക്ലാസ്സിനുണ്ടായിരുന്ന എല്ലാവർക്കും അത് നന്നായിട്ട് മനസ്സിലാക്കപ്പെടുവാനായിട്ട് ഇടയായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. അല്ലാത്ത പക്ഷം നമ്മൾ തുടർന്ന് അടുത്ത പുതിയ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിയുന്നിടത്തോളം എല്ലാവരും എല്ലാ ക്ലാസ്സിനും പങ്കെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിങ്ക് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കാനായിട്ട് കഴിയും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് പാസ്റ്ററൽ കെയർ എന്ന വിഷയത്തിനെ ആസ്പദമാക്കിയാണ്. ഇടയ പരിപാലനം, എന്താണ് ഇടയ പരിപാലനം എന്നുള്ള സബ്ജക്റ്റിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പാസ്റ്ററൽ കെയർ അല്ലെങ്കിൽ ഇടയ പരിപാലനം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സവിശേഷതയാണ്. ഇവിടെ പാസ്റ്ററൽ കെയർ അല്ലെങ്കിൽ ഇടയ പരിപാലനം എന്നത് ദൈവശാസ്ത്രപരമായിട്ട് അടിസ്ഥാനം അതിന് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടയ പരിപാലനത്തിന് ദൈവശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ ശുശ്രൂഷ ദൈവശാസ്ത്രപരമായ
അടിത്തറയിലാണ് ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇടയ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടത്. അല്ലാത്ത പക്ഷം സ്വന്തം ബുദ്ധിയിലോ സ്വന്തം ജ്ഞാനത്തിലോ ആ ഒരു കെയർ അല്ലെങ്കിൽ പരിപാലനം ഉപയോഗിച്ചാൽ സഭയ്ക്ക് വേണ്ട വിധത്തിലുള്ള പ്രയോജനം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഇടയ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ഇടയ പരിപാലനത്തിന് ദൈവശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ട് എന്ന് പറയപ്പെടുന്നത്. പാസ്റ്ററൽ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷ എന്നത് അത് ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ പ്രായോഗികമായിട്ട് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ്. ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു ശുശ്രൂഷയാണ് ഇടയ പരിപാലന ശുശ്രൂഷ എന്നത്. ഇംഗ്ലീഷ് പറയാൻ ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ദ സ്ക്രിപ്ചർ എന്ന. അപ്പൊ എന്താണോ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രായോഗിക തലത്തിലേക്ക് ഒരു ശുശ്രൂഷകൻ നിർവഹിക്കുകയാണ് ഇടയ പരിപാലന ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഒരു സഭ വളരണമെങ്കിൽ ഇടയ പരിപാലനം ഇല്ലാതെ ഒരു സഭ വളരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒരു ഇടയ പരിപാലന ശുശ്രൂഷയിലൂടെ മാത്രമേ ഒരു സഭ അതിൻ്റെതായ വളർച്ച സാധ്യമാക്കുകയുള്ളൂ. അപ്പോ ചില സഭകളെ നോക്കുമ്പോൾ ലാസ്റ്റ് പറഞ്ഞു ഒരു സഭ വളരണമെങ്കിൽ സഭയുടെ വളർച്ചയ്ക്ക് ഇടയ പരിപാലന ശുശ്രൂഷ വളരെ അത്യാവശ്യമായ ഘടകമാണ്. അപ്പോൾ സഭ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സഭാ വളർച്ചയ്ക്ക് സാധ്യമാക്കുന്ന ഒരു ഘടകമാണ് ഇടയ പരിപാലന ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു പാസ്റ്ററൽ കെയർ അല്ലെങ്കിൽ ഇടയ പരിപാലനം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു അടിസ്ഥാനമുള്ളതാണ്. ഈ അടിസ്ഥാനം 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇടയ പരിപാലന ശുശ്രൂഷയ്ക്കുള്ള കൊണ്ടുള്ള ദൈവശാസ്ത്രമാണ് ഇടയ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഇടയ പരിപാലന ശുശ്രൂഷയിൽ നമുക്കുള്ളത്. അജപാലനം അല്ലെങ്കിൽ അജപാലനം എന്നത് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന മഹത്തായ ഒരാശയമാണ് ഇടയ പരിപാലനം അല്ലെങ്കിൽ അജപാലനം എന്നത്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ ആ വ്യക്തിയുടെ മരണം വരെ ഇടയ പരിപാലനം വളരെ അത്യാവശ്യമായിരിക്കുന്നു. ക്രേഡിൽ ടു ദി ടൂംബ് എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടിൽ മുതൽ ശവപ്പറമ്പ് വരെ ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയ പരിപാലനം ഒരു വ്യക്തിക്ക് വളരെ അനിവാര്യമാണ്. അല്ലെ, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന ഒരു സഹോദരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയം മുതൽ ദൈവദാസന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ കുഞ്ഞ് ജനിച്ച് ദൈവദാസൻ അവിടെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കൊടുക്കുന്ന ആരുടെ കയ്യിലായിരിക്കും? അവിടെ പുറത്ത് കൊണ്ടുവന്നിട്ട് പേരൻസിന്റെ കൈ കൊടുത്തിട്ട് പേരൻസ് നേരെ കൊണ്ട് കൊടുക്കുന്നത് ദൈവദാസൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? അപ്പോ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ പിന്നെ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം, ഓരോ ഘട്ടത്തിലുള്ള അഡ്മിഷൻ, പിന്നെ ഹയർ സ്റ്റഡീസ്, ഭാവി, ജോലി, വിവാഹം, ഇങ്ങനെ ഒരു ലൈഫ് സർക്കിളാണല്ലേ. അപ്പോൾ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ഇടയ പരിപാലനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ ശവപ്പറമ്പ് വരെയും ഇടയ ശുശ്രൂഷ, പാസ്റ്ററൽ കെയർ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് നാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? വളരെ ആർദ്രതയോടെയും ആശ്വാസത്തിന്റെയും
വ്യക്തിപരമായ പ്രവൃത്തികൾ മാത്രമല്ല, അത് ദൈവത്തിന്റെ സഹായത്തോടുകൂടെ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ആർദ്രതയോടും ഈ ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയ പരിപാലനം എന്ന് പറയുന്നത് ആർദ്രതയുടെയും ആശ്വാസത്തിന്റെയും ദൈവിക അനുഗ്രഹത്തിന്റെയും രീതിയിലാണ് ആ ഇടയ ശുശ്രൂഷ വെളിപ്പെടുന്നത്. ഈ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ മാനുഷികമായിട്ടുള്ള ഇടപെടലുകളുണ്ട്, ദൈവികമായിട്ടുള്ള ഇടപെടലും അതിലുണ്ട് എന്നുള്ളതാണ് ഇടയ പരിപാലനത്തിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകതയാണ് ഇടയ പരിപാലന ശുശ്രൂഷ എന്നത്, ഇടയ പരിപാലനം എന്നത്. അപ്പോ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം മുഖപക്ഷം കൂടാതെ അല്ലെങ്കിൽ പാഷ്യാലിറ്റി ഇല്ലാതെ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ് ഇടയ പരിപാലന ശുശ്രൂഷ, അല്ലെ? മുഖപക്ഷം കൂടാതെ. അപ്പോ മനുഷ്യത്വം നമുക്കുണ്ട് മാനുഷികമായ രീതിയിൽ. ദൈവത്വം എന്ന് പറയുന്നത് മനുഷ്യത്വം കാണിക്കാത്ത വിശ്വാസികളുണ്ട്, അല്ലെ? അവരെ ദൈവനാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ദൈവികമായിട്ടുള്ള ഇടപെടലുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ശുശ്രൂഷിക്കണം എന്നുള്ള രീതിയാണ് അവിടെ പറയുന്നത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടയ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതവും ശുശ്രൂഷയും ഈ ഇടയ പരിപാലന ശുശ്രൂഷയിൽ വ്യക്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗി മാത്രമല്ല, അപ്പോസ്തലനും സുവിശേഷകനും ഇടയനും ഉപദേഷ്ടാവും പ്രവാചകനുമായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ കൊരിന്ത്യ സഭയോടുള്ള ഇടപെടൽ ഒരു ഇടയ പരിപാലന ദൈവശാസ്ത്രത്തിൽ തനിക്കുണ്ടായിരുന്ന ധാരണ വ്യക്തമാക്കുന്നു. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ 4 സ്വഭാവങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഒന്ന്, അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിന് കൊരിന്ത് സഭയോട് ഒരു ഇടയ സമർപ്പണം ഉണ്ടായിരുന്നു. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് 2, അവരുടെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ സാഹചര്യങ്ങളെ അദ്ദേഹം ദൈവശാസ്ത്രപരമായി അപഗ്രഥിച്ചു. 3-ാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് പൗലോസ് ക്രൂശിന്റെ ദൈവശാസ്ത്രത്തെ ബോധപൂർവം ഉറപ്പിച്ചു. അടുത്ത്, ദൈവം തന്നെ വിളിച്ചു എന്ന അല്ലെങ്കിൽ ദൈവ വിളിയെക്കുറിച്ചുള്ള ബോധം തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇടയന് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ദൈവം തന്നെ പ്രാപ്തി നൽകി ശുശ്രൂഷയ്ക്ക് വിളിച്ചു ഇരിക്കുന്നു എന്നുള്ള ആ ഒരു ഉത്തമമായ ബോധ്യം ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇടയ ശുശ്രൂഷയിൽ നിൽക്കുന്നത്, അത് ഇടയ പരിപാലനം എങ്കിൽ മാത്രമേ അത് എങ്ങനെ ചെയ്യണം? ആർദ്രതയോടും വളരെ അലിവോടും ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ് ഇടയ പരിപാലന ശുശ്രൂഷ എന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്,
എന്താണ് ഇടയ പരിപാലനം എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനൊരു നിർവചനം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇടയ പരിപാലനം? ക്രൈസ്തവ സഭയിലെ ഇടയൻ തന്റെ ആട്ടിൻകൂട്ടമായ വിശ്വാസികളെ ആത്മീകമായും മാനസികമായും സാമൂഹികമായും പരിപാലിക്കുന്ന പ്രവൃത്തിയാണ് ഇടയ പരിപാലനം. അപ്പോ ഇടയ പരിപാലനം എന്നതിന്റെ നിർവചനമാണ് ഞാൻ പറഞ്ഞത്. ആത്മീയമായും മാനസികമായും ഒരു ഇടയൻ തന്റെ ആട്ടിൻകൂട്ടമായ വിശ്വാസികളെ ആത്മീകമായും മാനസികമായും സാമൂഹികമായും പരിപാലിക്കുന്ന പ്രവൃത്തിയാണ് ഇടയ പരിപാലനം. ഒന്നുകൂടെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ ആത്മീയ ഇടയൻ സഭയിലെ വിശ്വാസികളെ പരിപാലിക്കുന്ന ശുശ്രൂഷയാണ് ഇടയ പരിപാലനം. ഒരു ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ ആത്മീയ ഇടയൻ സഭയിലെ വിശ്വാസികളെ പരിപാലിക്കുന്ന ശുശ്രൂഷയാണ് ഇടയ പരിപാലനം. ഓക്കെ, അപ്പോ ആ പരിപാലനം എങ്ങനെയാണ് ഇവിടെ കറക്റ്റ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇടയൻ ആടുകളെ എങ്ങനെയാണ് മേയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ആടുകൾക്ക് ഒരിക്കലും നല്ല പച്ചപ്പുല്ലുകൾ അല്ലെങ്കിൽ പച്ചിലകൾ അതിനാവശ്യമാണ്. അതിൻ്റെ ചുറ്റുപാടുമൊക്കെ നല്ല വൃത്തിയും നീറ്റ് ആൻഡ് ക്ലീൻനെസ് അത് ആഗ്രഹിക്കുന്നു. അപ്പോ ഒരു വിശുദ്ധ ജീവിതം എന്നുള്ളത് പോലെയാണ് അല്ലേ ആടുകൾക്ക് അതായിരിക്കുന്ന അവസ്ഥയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. ഒരു ഇടയൻ തൻ്റെ ആടുകളെ എപ്രകാരമാണ് പരിപാലിക്കുന്നത്, അതിൻ പ്രകാരം ആത്മീയ ഇടയൻ സഭയിലെ വിശ്വാസികളെ പരിപാലിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇടയ പരിപാലന ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ നിർദ്ദേശം യഥാസമയം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവർക്ക് കൊടുക്കുകയും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഉപവസിക്കുക, ജനങ്ങൾക്ക് വേണ്ടി അല്ലെ ദൈവത്തിനും ജനത്തിനും മധ്യസ്ഥനായിട്ട് ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു ഇടയ ശുശ്രൂഷകന്റെ ലക്ഷ്യവും അപ്പോൾ തന്നെ ഇടയ പരിപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഇടയ പരിപാലന ശുശ്രൂഷയിൽ പഠിപ്പിക്കലുണ്ട്, മാർഗനിർദ്ദേശം കൊടുക്കലുണ്ട്, അപ്പോൾ തന്നെ ആശ്വസിപ്പിക്കൽ, പിന്നെ തിരുത്തലുണ്ട്, അവരെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ അവര് വളരെ സാവധാനത്തിൽ ചിലവർക്കൊക്കെ തിരുത്തലുകൾ ആവശ്യമാണ്. എല്ലാവരും ആത്മീയമായിട്ട് ഒരേ നിലവാരമുള്ള വിശ്വാസികളായിരിക്കുകയില്ല. ചിലർക്ക് എല്ലാ ആഴ്ചയും പറയണം നാളെയാണ് ഇന്ന ആരാധന, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടാണ് ഇവിടെ പ്രാർത്ഥന അല്ലേ. ചില വിശ്വാസികൾക്ക് ഞായറാഴ്ച പറയുന്ന ആ പരസ്യം അവർ കേട്ടിരിക്കും അല്ലേ. അപ്പോൾ ഓരോ സമയം ആരാധനയ്ക്ക് കൃത്യമായിട്ട് വരും. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയല്ല. ചിലവര് പുറകിൽ നിന്ന് ഇങ്ങനെ ബുഷ് ചെയ്തെങ്കിൽ മാത്രമേ അവർ ആരാധനകൾക്കെല്ലാം വരികയുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തിരുത്തലുകൾ ആവശ്യമാണ്. അപ്പോൾ ചിലവർക്ക് എപ്പോഴും കംപ്ലൈന്റ് പറയുക എന്നുള്ളതാണ് അവരുടെ നാച്ചർ.
അപ്പോൾ അവർ ഓരോരുത്തരുടെയും സ്വഭാവ പ്രകൃതങ്ങൾ മനസ്സിലാക്കി, അതാണ് ഒരു ഇടയ പരിപാലന ശുശ്രൂഷകന്റെ ക്വാളിറ്റിയും യോഗ്യത എന്ന് പറയുന്നത്. തിരുത്തൽ, പിന്നെ പ്രാർത്ഥന, സന്ദർശനം, ഭവന സന്ദർശനം. ചിലരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒന്ന് അവരുടെ വീട്ടിൽ പോയാൽ മതിയായിരിക്കാം. ചില വിശ്വാസികൾക്ക് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദേവദാസൻ അവിടെ ചെല്ലണം. ചിലർക്ക് അതുമല്ല, ആഴ്ചയിൽ ഒന്ന് ദേവദാസനെ കണ്ടെങ്കിലേ പറ്റുള്ളൂ. തന്നെ വന്ന് അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കും. ഓക്കെ. പിന്നെ വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കണം. അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും എന്നിവയെല്ലാം ഇടയ പരിപാലനത്തിൽ ശുശ്രൂഷയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഓക്കെ. പഠിപ്പിക്കലുണ്ട്, മാർഗനിർദ്ദേശം കൊടുക്കലുണ്ട്, ആശ്വസിപ്പിക്കലുണ്ട്, തിരുത്തലുണ്ട്, പ്രാർത്ഥന, സന്ദർശനം, പ്രോത്സാഹനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ. അടുത്ത ഹെഡിങ് ഇടയ പരിപാലനത്തിലെ പ്രധാന മേഖലകൾ. ഇടയ പരിപാലനത്തിലെ പ്രധാന മേഖലകൾ. ഇടയ പരിപാലനത്തിലെ പ്രധാന മേഖലകൾ. ഓക്കെ. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത്, ഇടയ പരിപാലനത്തിലെ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ആത്മീയ പരിപാലനം. ആത്മീയ പരിപാലനം. എന്താണ് ആത്മീയ പരിപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ വിശ്വാസികളെ ദൈവവചനത്തിൽ വളർത്തുക എന്നതാണ് ആത്മീയ പരിപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ രീതികൾ ഓരോ ദൈവദാസന്മാർ അവലംബിക്കുന്നുണ്ട്, അല്ലേ? ആഴ്ചയിൽ ഒരിക്കൽ ബൈബിൾ സ്റ്റഡി മാത്രമായിട്ട് ചെയ്യുന്ന, അല്ലെ? ഓരോ സഭയ്ക്കും ഓരോ ആ സഭയുടെ കോണ്ടസ്റ്റ് അനുസരിച്ച് ബൈബിൾ സ്റ്റഡികൾ നടത്തുന്ന സഭകളുണ്ട്. ഓക്കെ. പ്രസംഗിക്കുമ്പോൾ നമുക്ക് ബൈബിൾ സ്റ്റഡി ആയിട്ട് പറ്റത്തില്ല, അതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഒരു ദിവസം വേർതിരിച്ച് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നവരുണ്ട്, മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നവരുണ്ട്. വിശ്വാസികളെ ദൈവവചനത്തിൽ അവരെ വളർത്താനും പഠിപ്പിക്കാനായിട്ടുള്ള സന്ദർഭം ഒരുക്കുകയും ഏത് പ്രതിസന്ധി വന്നാലും വചനപ്രകാരം അതിനെ നേരിടാനായിട്ട് അവരെ ധൈര്യപ്പെടുത്തുകയും അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഇടയ പരിപാലനത്തിലെ പ്രധാന മേഖലയിൽ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ആത്മീയ പരിപാലനം, ആത്മീയമായ ശിക്ഷണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവവചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ, ഒരു ഉത്സാഹം അവർക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ആശ്വാസവും പിന്തുണയും. ഇടയ പരിപാലനത്തിലെ പ്രധാന മേഖലകളിൽ ഒന്നാമത്തത് ആത്മീയ പരിപാലനം, രണ്ടാമത്തത് ആശ്വാസവും പിന്തുണയും. എന്താണ് ആശ്വാസവും പിന്തുണയും? ചില സന്ദർഭങ്ങളിലെങ്കിലും വിശ്വാസികൾക്ക് ആശ്വാസവും പിന്തുണയും ഒരു ഇടയ ശുശ്രൂഷ നൽകേണ്ടുന്ന സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന്, രോഗികളാകുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവദാസന്റെ ആശ്വാസ വാക്കുകൾ അവർ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് ആരോഗ്യത്തോടെ ആയിരിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് രോഗാവസ്ഥയിലാകുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങൾ പിടിപെട്ടു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ നിരാശയും ദേഷ്യവും വിഷമവും എല്ലാം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് രോഗിയായി തീരുമ്പോൾ ഒരു ദേവദാസൻ ഓക്കെ, സാരമില്ല, പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനേക്കാൾ അതിനേക്കാൾ ഫലവത്തായി തീരും അവർക്ക് ദൈവജനത്തിലൂടെ ആശ്വാസം പങ്കുവച്ചതിന് ശേഷം ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞ് ദൈവിക വചനങ്ങൾ അവർക്ക് കൈമാറി എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവമാണ്,
സകല രോഗങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ ആശ്വാസത്തിന്റെ വാക്കുകൾ കൊടുത്ത് ദൈവം അറിയാം അതൊന്നും സംഭവിക്കുകയില്ല. പരീക്ഷ ദൈവം അനുവദിച്ചാൽ ദൈവം പരിഹാരവും ഒരുക്കിയിട്ടുണ്ട്. അത് അതിജീവിക്കുവാനായിട്ടുള്ള കൃപയും താങ്കൾക്ക് ദൈവം നൽകിയിട്ടാണ് ഈ പ്രയാസം വന്നു എന്ന് പറഞ്ഞ് ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ല ഒരു പിന്തുണയായിരിക്കും. പിന്നെ ദുഃഖിതരായിരിക്കുന്ന അവസ്ഥ, വിശ്വാസികൾ ചിലപ്പോൾ അഗാധമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം അല്ലെ. അത്തരം സാഹചര്യങ്ങൾ ദൈവദാസന്മാരുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് അഗാധ ദുഃഖങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട് സംഭവിക്കുമ്പോൾ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ, സഭാ പാസ്റ്റർ എന്ന നിലയിൽ ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ ആഗ്രഹിക്കും. അങ്ങനെ നിൽക്കണം അല്ലെ. നിൽക്കാൻ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഒക്കെ പിന്തുണ അറിയിക്കുക എന്നുള്ളതാണ്. അത് ആ പരിപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ വിശ്വാസികൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, മറ്റ് അത്യാവശ്യങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് കഴിയുന്നവരെ നമുക്ക് പൂർണ്ണമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പെട്ടെന്ന് നെറ്റ് അങ്ങ് ഹാങ് ആയിപ്പോയി. ഓക്കെ, ഒരു മിനിറ്റ്. റൈറ്റ്. ഓക്കെ, ആശ്വാസം പിന്തുണയും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ആശ്വാസം പിന്തുണയും ഒരു ഇടയ പരിപാലനം എന്ന നിലയിൽ കൊടുക്കാൻ കഴിയും? ഒന്ന്, രോഗികളാകുന്ന അവസരത്തിൽ; രണ്ട്, അഗാധമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിൽ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിയുന്നവരെ സഹായിക്കുക. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രാർത്ഥന എന്നിവ കൊണ്ട് ആശ്വാസം പിന്തുണ അറിയിക്കുക. അപ്പോൾ ഇടയ പരിപാലന മേഖലയിൽ പ്രധാന മേഖല ആണ്: ഒന്ന്, ആത്മീയ പരിപാലനം; രണ്ട്, ആശ്വാസം പിന്തുണയും നൽകുക; മൂന്ന്, മാർഗദർശനം. അപ്പോൾ മൂന്നാമത്തെ പ്രധാന മേഖലയാണ്, ഇടയ പരിപാലനത്തിലെ മൂന്നാമത്തെ പ്രധാന മേഖലയാണ് മാർഗദർശനം. അപ്പോൾ എങ്ങനെയാണ് മാർഗദർശനം നൽകുക എന്ന് പറയുന്നത്? അപ്പോ ചില വിശ്വാസികൾക്ക് ചിലപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിനോ ശരിയായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു രേഖ ഇല്ലായിരിക്കാം. അപ്പോ ദൈവദാസന്റെ അടുക്കൽ കടന്നു വരും. അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിൽ ശരിയായ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് മാർഗദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സങ്കീർത്തനം 25-ാം സങ്കീർത്തനം എടുക്കാമോ? 25-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 25, 12-ാമത്തെ വാക്യം. യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോ ശരിയായിട്ടുള്ള ഒരു വഴി മുന്നിൽ ഇല്ല എന്ന് ഭാരപ്പെട്ട് സംശയിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസികൾക്ക് നൽകേണ്ടുന്ന ശരിയായിട്ടുള്ള വഴിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ
നമുക്ക് ദൈവം വഴി കാണിച്ചു കൊടുക്കുന്ന ദൈവമാണ്. പ്രത്യേകിച്ച് 25 സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അല്ലെ? വിശുദ്ധ വേദം ഒത്തിരി വാക്യങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാനൊക്കെ, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ തന്റെ ഗമനത്തെ ആഗമനത്തെ എന്ത് ചെയ്യും? സ്ഥിരമാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സ്ഥിരമാക്കും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ സദൃശവാക്യത്തിലുണ്ട്, നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക, അവന്റെ പാതയെ നേരെയാക്കും. അപ്പോ 37-ാം സങ്കീർത്തനത്തിൽ തോന്നുന്നു, യഹോവ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന എന്ത് ചെയ്യും? നിന്നെ ഉപദേശിച്ച് നടക്കുന്ന വഴി. ഓക്കെ, 32-ാം സങ്കീർത്തനത്തിലാണ് അല്ലെ? അതിന്റെ 8-ാമത്തെ വാക്യത്തിലാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞത്. അപ്പോൾ നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമാണ് അല്ലെ എന്ന് നമുക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ഒരു വിശ്വാസിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. അതാണ് മാർഗദർശനം എന്നതുകൊണ്ട്. അപ്പോൾ 4-ാമത്തെ ഇടയ പരിപാലന മേഖലയിൽ പ്രധാനപ്പെട്ട മേഖലയാണ് സമൂഹ ഐക്യം. സമൂഹ ഐക്യം. അപ്പോ ഒരു സഭയിൽ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹമായിട്ടുള്ള ഐക്യവും സ്നേഹവും നിലനിർത്താനായിട്ട് ഒരു ഇടയ ശുശ്രൂഷന് വലിയ റോളുണ്ട്, വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. സഭയിൽ സ്നേഹവും ഐക്യവും നിലനിർത്തുക എന്നത് ഒരു ഇടയന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇടയന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവിലൊന്നാണ്. അപ്പോൾ എത്ര തന്നെ വിശ്വാസികൾ പരസ്പരം ഐക്യതയില്ലാതിരുന്നാലും ഒരു ഇടയൻ ദൈവവചനത്തിലും ദൈവിക കാഴ്ചപ്പാടിലും ഇടയ പരിപാലനത്തിൽ നൽകുന്ന ആളാണെങ്കിൽ ആ സഭയിലുള്ള എല്ലാ വ്യക്തികളെയും ദൈവവചനത്തിലൂടെ ഒരുമിപ്പിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒരുമിച്ച് ഐക്യതയുള്ള ഒരു സഭയിൽ അത്തരം ക്വാളിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ അത്തരം പ്രാപ്തിയോ ഇടയ പരിപാലന ശുശ്രൂഷയുടെ പ്രാധാന്യമോ മനസ്സിലാക്കാത്ത ഒരു പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ആ സഭ കൊലഞ്ഞു പോകുവാനും കാരണമാകും അല്ലെ? അപ്പോൾ സാമൂഹിക ഐക്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സഭയിൽ സ്നേഹവും ഐക്യവും നിലനിർത്തുക എന്നതാണ് ഒരു ഇടയ പരിപാലകന്റെ ഉത്തരവാദിത്വം. അഞ്ചാമത്തെ പോയിന്റ് ആണ് അല്ലെ? ഒന്നാമത് ആത്മീയ പരിപാലനം, 2-ാമത് ആശ്വാസവും പിന്തുണയും നൽകുക, 3 മാർഗദർശനം, 4 സമൂഹ ഐക്യം, 5 പ്രായോഗിക സേവനം. പ്രായോഗിക സേവനം. പ്രായോഗിക സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ന് സഭകളിൽ മിഷൻ വർക്കിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്നുണ്ട് സഭ അല്ലെ? സമൂഹത്തിൽ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ സഭയായിട്ട് ഒരുമിച്ച് അവരെ കാണുന്നു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്നു. സാമ്പത്തികമായി അല്ലെ, ആത്മീയമായി മാത്രമല്ല, അല്ലെങ്കിൽ പണ്ടത്തെ സ്ഥിതിയിൽ നിന്ന് വ്യത്യാസമായി വന്നു പ്രാർത്ഥിക്കാമെന്ന് പറയുക മാത്രമല്ല, പ്രാർത്ഥനയോടൊപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകുന്നു എന്നുള്ളതാണ്. അപ്പോ പ്രായോഗിക സേവനവും നടപ്പിലാക്കാനായിട്ടൊരു ഇടയ പരിപാലന ശുശ്രൂഷകൻ സാധ്യമാണ്. ദരിദ്രരെ സഹായിക്കൽ, ആവശ്യക്കാരെ പിന്തുണയ്ക്കൽ അല്ലെ, അർഹമായിട്ടുള്ള വ്യക്തികളെ കണ്ടുപിടിക്കുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുക എന്നത് ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു ഇടയന്റെ ദൗത്യമാണ്. അപ്പോ ഇടയ പരിപാലനത്തിലെ പ്രധാന മേഖലകളിൽ 5 മേഖലകൾ. 1 ആത്മീയ പരിപാലനം, 2 ആശ്വാസം പിന്തുണയും, 3 മാർഗദർശനം, 2 സാമൂഹ ഐക്യം, 5 പ്രായോഗിക സേവനം. അപ്പോ എന്താണ് ഇടയ ശുശ്രൂഷ എന്നത്, അല്ലെങ്കിൽ ഇടയ പരിപാലനം എന്നത്? ബൈബിളിൽ ചില
തെളിവുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 23 സങ്കീർത്തനം 1 വാക്യം അതിന് തെളിവാണ് അല്ലേ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവില്ല. അപ്പോ യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ ആ ആടുകൾക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്നുള്ളതാണ്. അപ്പോ ഈയൊരു തിരുവഴുത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗികമായിട്ട് ഒരു ഇടയൻ സഭയിൽ അത് പറയുമ്പോൾ ഇടയന്റെ കുറവുകളെയും ദൈവം നികത്തും അല്ലേ? ഇല്ലായ്മകളെയും തിരിച്ച്. അപ്പോൾ തന്നെ ഈ വാക്യം വായിച്ചിട്ട് ഒരു ഇടയൻ പറയാണ്, ഞാൻ ഇത്ര വർഷമായി ശുശ്രൂഷ ഇറങ്ങിയിട്ട് എനിക്ക് വീടില്ല, കാറില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന വിശ്വാസി, അവരുടെ വിശ്വാസം വർദ്ധിക്കുവോ വിശ്വാസം കുറയും? അല്ലെ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനത്തിന്റെ, പരിജ്ഞാനത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവിനെയാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും അല്ലെ? അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബലഹീനതകളിലും ദൈവശക്തി അതിനെ കവിഞ്ഞു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഒന്നാമത്തെ വാക്യം. രണ്ട്, നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 10 അധ്യായത്തിന്റെ 11 വാക്യമാണ്. എന്താണ് നല്ല ഇടയന്റെ പ്രത്യേകത അവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യമാണ് അല്ലേ? ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോ നമുക്ക് ഒരു ശുശ്രൂഷണം വിശ്വാസികളുടെ നമ്മുടെ ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരെ ശത്രുവിന്റെ ഒരു വിശ്വാസിക്ക് പ്രയാസം വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയമായിട്ട് ആരോഗ്യമുള്ളവരായിരിക്കുകയില്ല. എല്ലാവരും ആത്മീയ ആരോഗ്യമുള്ളവരല്ല അല്ലെ? ചിലർക്ക് ചെറിയൊരു പ്രശ്നം മതി, പിന്നെ പള്ളിയും വേണ്ട, പാസ്റ്റർ വേണ്ട, പ്രാർത്ഥനയും വേണ്ട എന്ന് പോകുന്നവരുണ്ട്. അപ്പോൾ തന്നെ ഇനി എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് ദൈവം കഴിഞ്ഞേ ഉള്ളൂ, പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും എന്നുള്ള വിശ്വാസം വളരെ വിരളമാണ് അല്ലേ ഒരു സഭയിൽ. അപ്പോ അങ്ങനെയുള്ളവർക്കും അവരെ ആത്മീയത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക അല്ലേ? അവരെ ആശ്വാസവാക്കുകൾ പറയുക, പിന്തുണയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇടയ പരിപാലനത്തിലെ പ്രധാന മേഖല അല്ലേ? കണ്ട് ആത്മീയമായിട്ട് അവരെ വചനം പറഞ്ഞു കൊടുക്കുക, വ്യക്തിപരമായിട്ട് ഉപദേശിക്കുക, താക്കീത് കൊടുക്കുക. അത് സ്നേഹത്തിന്റെ ആത്മാവിലായിരിക്കണം അല്ലേ? ഗലാത്യർക്കെഴുതിയ ലേഖനം 6 പറഞ്ഞതാണ്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ലത് പുറപ്പെട്ടു പോയാൽ ആത്മീയരായി നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് അവരെ സൗമ്യതയുടെ ആത്മാവിൽ അവരെന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണമെന്ന്. അപ്പോ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തെറ്റല്ലെങ്കിലും, തൻ്റെതായിട്ടുള്ള തെറ്റല്ലെങ്കിലും ചിലപ്പോൾ വിശ്വാസികളോട് ക്ഷമ ചോദിക്കേണ്ട അവസരങ്ങളുണ്ട്, ഉണ്ടാകേണ്ട അവസരങ്ങൾ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇനി അപ്പോൾ ഒരു സഭയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ദേവദാസൻ ഒരിക്കലും ഒരു വശത്ത് അല്ലെങ്കിൽ ഒരു കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു പൊതു മധ്യസ്ഥനായിട്ടല്ലേ? എന്നിരുന്നാൽ പോലും, അങ്ങനെ നിന്നാൽ പോലും ചിലർക്ക് തോന്നാൻ സാധ്യതയുണ്ട്, ഓക്കെ പാസ്റ്റർ നമ്മുടെ കൂടെ എല്ലാവരുടെ പക്ഷത്താണ്. അന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി മാത്രമേ പ്രസംഗിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കൊന്ന് ഹർട്ടായി വന്നു കഴിഞ്ഞാൽ എതിർ പാർട്ടി ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത് എനിക്കിട്ട് വെക്കുന്ന പ്രസംഗമാണെന്ന്, പ്രസംഗം എന്നൊക്കെ ചിന്തിച്ചു അല്ലേ? നമുക്ക് ഒരു പാസ്റ്ററെ ആ ഒരു അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് അത്രയും ഹെസ്റ്റിക്കായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അത് പ്രാർത്ഥിച്ചും വളരെ ധ്യാനിച്ചും ഒക്കെ നടപ്പിലാക്കേണ്ടുന്ന ഒരു ശുശ്രൂഷ. അപ്പോ ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ സുവിശേഷം 10 അധ്യായം 11 വാക്യമാണ് വായിച്ചു കേട്ടത്. അപ്പോൾ തന്നെ മറ്റൊരു ഇവിടെ കാണുന്നത് 1 പത്രോസ് 5 അധ്യായം 2 വാക്യമാണ്. 1 പത്രോസ് 5 അധ്യായം 2 വാക്യം ഒന്ന് വായിക്കാമോ ആ വചനം? 1 പത്രോസ് 5 അധ്യായം 2 വാക്യം. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ അത് തന്നെ. ഹലോ,
ഒന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവി. അവിടെ വായിക്കുന്നു, നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാനായിട്ട് വളരെ ജാഗ്രതരായിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കണം, അല്ലേ? അപ്പൊ നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്നവനാണ്. 2, നമുക്ക് വേണ്ടി ജീവൻ തന്ന ദൈവമാണ്. തരാമെന്ന് പറഞ്ഞതല്ല, ജീവൻ തന്നു, അല്ലേ? കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി 33.5 തിരുവയസ്സിൽ തന്റെ ജീവനെ അവസാനത്തിൽ രക്തം വരെയും മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഊറ്റി തന്നു, അല്ലേ? അപ്പോൾ ജീവൻ തന്നു. പിന്നെ ദൈവത്തിന്റെ ആടുകളെ മേയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കണം. അടുത്തത്, എന്താണ് ഇടയ പരിപാലന ശുശ്രൂഷ? എന്താണ് ഇടയ പരിപാലന ശുശ്രൂഷ? അതും വ്യത്യസ്തമല്ല, സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. വിശ്വാസീയമായും മാനസികമായും സാമൂഹികമായും പരിപാലിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോ ഒരു ഇടയൻ സഭയിലെ വിശ്വാസികളെ നിരീക്ഷിക്കുകയും അവരെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് ഇടയപരിപാലന ശുശ്രൂഷ. ആത്മീയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ യഥാസമയം നൽകുന്നു, അവർക്ക് വേണ്ടുന്ന പിന്തുണ അറിയിക്കുന്നു, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ യഥാസമയം നൽകുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് ഇടയപരിപാലന ശുശ്രൂഷ. ഇതിൽ ഓരോ വിശ്വാസികളുടെ ആത്മീയ ജീവിത വളർച്ച, ദൈവവചന പഠനം, ആശ്വാസം, ഉപദേശം, തിരുത്തൽ. രോഗികളെ സന്ദർശിക്കൽ, ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്നവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ഇതിൽപ്പെടുന്നു. അപ്പോ ഈ ഇടയപരിപാലന ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള പരിപാലനമാണ്. ആത്മീയമായ പരിപാലനം ഇടയപരിപാലന ശുശ്രൂഷയിലെ പ്രധാന ലക്ഷ്യങ്ങൾ: 1, ആത്മീയ പരിപാലനം. ഇത് വിശ്വാസികളെ വിശ്വാസത്തിൽ വളർത്തുക എന്നതാണ്. വേദപുസ്തക പഠനത്തിൽ ഉറപ്പിക്കുക, വിശ്വാസികളെ വിശ്വാസത്തിൽ വളർത്തുക, വേദപുസ്തക പഠനത്തിൽ ഉറപ്പിക്കുക. അടുത്ത് അവർക്ക് പ്രോത്സാഹനം നൽകുക. പ്രോത്സാഹനവും കരുതലും. അതായത് ദുഃഖം, രോഗം, നഷ്ടം എന്നിവ നേരിടുന്നവരെ അവർക്ക് ആവശ്യമായ കരുതലും പ്രോത്സാഹനവും നൽകുക എന്നുള്ളതാണ്
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നീതിപരമായിട്ടുള്ള ഉപദേശങ്ങൾ. നീതിപരമായിട്ടുള്ള ഉപദേശങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ വഴിതെറ്റാതെ നടക്കാൻ അവരെ ഉപദേശിക്കുക, അല്ലെങ്കിൽ ഉപദേശം നൽകുക എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള വഴി പറഞ്ഞു നൽകുക, ഉപദേശിക്കുക എന്നതാണ് നീതിപരമായിട്ടുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സഭയിലെ സ്നേഹവും ഐക്യവും സഹകരണം വളർത്തുക, സഹവാസം ഉറപ്പിക്കൽ, സഹവാസം ഉറപ്പിക്കൽ, ഓക്കെ. അടുത്ത ജീവകാരുണ്യ പ്രവർത്തനമാണ്. ജീവകാരുണ്യ പ്രവർത്തനം ദരിദ്രരെ സഹായിക്കുക, രോഗികളെ സന്ദർശിക്കൽ, ആവശ്യക്കാരെ പിന്തുണയ്ക്കൽ എന്നിവ. ഓക്കെ, ഒരു ബൈബിൾ റെഫറൻസ് വായിക്കാനായിട്ട് എഴുതുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവേൻ. ഓക്കെ, അപ്പോ അവിടെ ആ വചനം വളരെ ശക്തിവത്താണ്. പരിശുദ്ധാത്മാവ് നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. സ്വന്തം രക്തത്താൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനായിട്ട് ദൈവം നമ്മെ, ആ പരിശുദ്ധാത്മാവ് നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. ട്രിനിറ്റി അല്ലേ, ഫാദർ, സൺ, പരിശുദ്ധ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു അല്ലെ, പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ എന്നേക്കും വസിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. ഓക്കെ, മേയ്പ്പാനായിട്ട്. അപ്പോ ശുശ്രൂഷ വൃന്ദത്തെ സഭയ്ക്ക് ദൈവം നൽകിയതിന്റെ ഉദ്ദേശം എഫെസ്യ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-13 ഒന്ന് വായിക്കാമോ? എന്തിനാണ് ദൈവം ശുശ്രൂഷ വൃന്ദത്തെ ദൈവസഭയിലാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദ്ദേശം. എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് വായിക്കാനായിട്ട്, അപ്പോൾ ദൈവശാസ്ത്രത്തിന്റെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇടയ പരിപാലനത്തിന്റെ ദൈവശാസ്ത്രം വ്യക്തമാക്കുന്ന വേദഭാഗങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 20-28-ാമത്തെ വാക്യം. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ നാം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ, ഒരു നിർദ്ദേശം നമുക്ക് എഫെസ്യർ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചു കേൾക്കപ്പെടാനായിട്ടിട അല്ലേ. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. അത് നാം എല്ലാവരും 1 വിശ്വാസത്തിലും 2
ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയിലും, അടുത്ത് തികഞ്ഞ പുരുഷത്വവും, അടുത്ത പോയിന്റ് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനമാകുന്നു. കണ്ടോ, അത്രമാത്രം മാഹാത്മ്യവും ശ്രേഷ്ഠവുമേറിയതാണ് ഇതിന്റെ പരിപാലന ശുശ്രൂഷ എന്നത്. അപ്പോ നമ്മൾ കാഷ്വലായിട്ട് ചിലപ്പോൾ വിളിച്ചു വിടുന്ന പാസ്റ്ററെ അല്ലെങ്കിൽ ശുശ്രൂഷ, പക്ഷേ അത്രയും മാത്രം ഗൗരവത, ചിലപ്പോൾ പ്രായത്തിൽ കുറവുള്ള വ്യക്തിയായിരിക്കാം, പ്രായത്തിൽ മുതിർന്ന വ്യക്തിയായിരിക്കാം, കാണാൻ ലുക്കില്ലായിരിക്കാം, ചിലപ്പോൾ നല്ല ഹാൻസം ആയിട്ടുള്ള പാസ്റ്റർ ആയിരിക്കാം. പക്ഷേ ഓരോരുത്തരെയും ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവർക്ക് ദൈവം പ്രാപ്തി നൽകി, ദൈവം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ആ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്, ഉദ്യോഗമാണ്, അല്ലെ? അപ്പോൾ അത്രയും ഗൗരവതയോടുകൂടെയാണ്, ഗൗരവമേറിയ ശുശ്രൂഷയാണ്. ആ ഗൗരവതയോടുകൂടെ ശുശ്രൂഷ ചെയ്യണം, അല്ലെ? അത്രമാത്രം പ്രാധാന്യത ആ ശുശ്രൂഷയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ എല്ലാവരെയും നമുക്ക് പാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, അല്ലെ? പാസ്റ്റർ എന്ന് വിളിക്കാൻ യോഗ്യത അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തിൽ മേയ്ക്കുന്നവരാണ് പാസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. കർത്താവിന്റെ രക്തത്താൽ അല്ലെങ്കിൽ കർത്താവിന്റെ സ്വന്തം രക്ഷിതാവും രക്ഷകനുമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയും സുവിശേഷകരാണ്, അല്ലെ? സുവിശേഷം നമ്മുടെ മേൽ കിടക്കുന്നു, അത് അറിയിച്ചില്ലെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്നാ പറയുന്നത്, അല്ലെ? അപ്പോ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മഹാനിയോഗം നമുക്ക് നൽകിയിരിക്കുന്നു. എന്താണ്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും നിങ്ങളോട് ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങളും പ്രമാണിച്ചുകൊണ്ട് അത് സകല ജാതിക ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ. അപ്പോ മഹത്തായ ഒരു നിയോഗം ശിഷ്യന്മാരായ നമുക്ക് എല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിയോഗം ഒരു ദൈവദാസനോ ഒരു പ്രവാചകനോ അപ്പോസ്തലനോ മാത്രമല്ല, ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകരായ നമുക്ക് ഓരോരുത്തർക്കും അത് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുമെന്നാണ്. എബ്രായ ലേഖനം 13-ാമത്തെയും 17-ാമത്തെ വാക്യം വായിക്കാമോ? എബ്രായർ 13:17. ഓക്കെ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്കു ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. ഓക്കെ. അപ്പോ അത് എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് വീണ്ടും പറയുന്നു, അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷകരുടെ അല്ലെങ്കിൽ പരിവാരത്തിന്റെ പ്രാധാന്യത അവിടെ വ്യക്തമാക്കുന്നു. എബ്രായ ലേഖനത്തിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ. ആരോടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്, അല്ലെ? ചിലർ പറയും, അല്ലെ, ഇവർക്ക് വേലയും കൂലിയും ഇല്ല, അല്ലെങ്കിൽ എന്തറിയണം, ഉൾപ്പിറ്റിൽ ഇരുന്നാ മതിയല്ലോ, പ്രസംഗിച്ചാൽ മതി, പാട്ടിലിരിക്കാൻ പിള്ളേരുണ്ട് എന്നൊക്കെ പറയും, അല്ലെ? പക്ഷേ ദൈവജനത്തിൽ വളരെ ഗൗരവപരമായിട്ടാണ് ഇടയപരമായിട്ട് ആ ശുശ്രൂഷയുടെ പ്രാധാന്യമാക്കിയിരിക്കുന്നത്. അപ്പോ നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ജാഗരിക്കുന്നു. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 18-ാമത്തെ വാക്യം കൂടെ. എബ്രായർ 13:17-18. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഓക്കെ. അപ്പോ ഈ ഇടയ ശുശ്രൂഷ അവർ ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് ഉണ്ടോ വിശ്വാസികൾ അത് തയ്യാറാകണം, അല്ലെ? അല്ല എന്നുണ്ടെങ്കിൽ അവർ ഞരങ്ങിക്കൊണ്ടല്ല, അവർ നന്നായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നന്നല്ല എന്നാണ്, നല്ലതല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാനായിട്ട് ഇടയാകുന്നത്.
അപ്പോ എന്തുകൊണ്ടാണ് ഈ ശുശ്രൂഷന്മാർ ദൈവം മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്? അതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ് നിരന്തരം, അല്ലേ? അപ്പോ പത്രോസ് അപ്പോസ്തലനും ഇടയ പരിപാലന ശുശ്രൂഷ ദൈവശാസ്ത്രം വ്യക്തമാക്കുകയാണ്. 1 പത്രോസ് 5:2 അവിടെയും ദൈവശാസ്ത്രം വ്യക്തമാക്കുന്നു. അപ്പോ നമുക്കൊരു ഹെഡിങ് ആണെങ്കിൽ എഴുതാം, ഇടയ പരിപാലനം ദൈവശാസ്ത്രം, ഇടയ പരിപാലനത്തിന്റെ ദൈവശാസ്ത്രം, ഇടയ പരിപാലന ദൈവശാസ്ത്രം. നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണ്. ഇടയ പരിപാലനം ദൈവശാസ്ത്രപരമായി അടിസ്ഥാനമുണ്ട് എന്നുള്ള പോയിന്റോടുകൂടിയാണ് തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ ദൈവശാസ്ത്രത്തിന് അതിൻ്റെതായ അടിസ്ഥാനപരമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അത് കൊരിന്ത്യയ സഭയോടുള്ള ബന്ധത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമാക്കുന്നു. പിന്നെ എബ്രായ ലേഖനത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. വീണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസും പറയുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 5-2 വാക്യമാണ്. അത് നമ്മൾ വായിച്ചു. നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവീൻ. എങ്ങനെയാണ് മേയിക്കേണ്ടത്? അത് നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ എന്നാണ്. അപ്പോ ആ ഇടയശ്രേഷ്ഠൻ ആരാണെന്നും ആ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ മാത്രമേ നമുക്ക് ജീവന്റെ വാടാത്ത കിരീടം ലഭ്യമാകും എന്നുള്ളതും വ്യക്തമാക്കുന്നു അവിടെ, അല്ലേ? അപ്പോ എങ്ങനെയാണ് ആ ദൈവശാസ്ത്രം വെളിപ്പെടുത്തുന്നത്, വ്യക്തമാക്കുന്നത്? നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവേൻ. അപ്പോൾ നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം. അപ്പോ മാനുഷ്യ ബുദ്ധി കൊണ്ടോ നമ്മുടെ അല്ലെങ്കിൽ യുക്തി കൊണ്ടോ മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായി ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവർ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീരണം. മാതൃകയായിട്ട് ശുശ്രൂഷ നിർവഹിക്കണമെന്നുള്ളതാണ് അവിടെ പത്രോസ് അപ്പോസ്തലൻ ദൈവിക ശാസ്ത്രമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ കർത്താവ് യേശുക്രിസ്തു ആണ് ഏറ്റവും നല്ല മാതൃക, റോൾ മോഡൽ, അല്ലേ? കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയനാടുകൾക്ക്. ആർക്കും മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ പ്രസ്താവന, ഞാനെന്ന പ്രസ്താവന, അല്ലേ? കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകും, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്ന കണ്ടിട്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു, അല്ലേ? അപ്പോൾ ഇത്രയും യോഗ്യതകളോ കോടിയോ ഇല്ലാത്തവരാണ് പ്രതിസന്ധി വരുമ്പോൾ ജനങ്ങളെ വഴിയിലാക്കിയിട്ട് വഴിയാധാരമാക്കിയിട്ട് ഓടിക്കളയുന്നു, അല്ലേ? അപ്പോ ആട്ടിൻകൂട്ടത്തെ കർത്താവ് മനസ്സറിഞ്ഞ, അല്ലേ? ഇടനെ കണ്ടിട്ട് അവരെ ചിന്നിയവരും ചിതറിയുമായി കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞു, അല്ലേ? കർത്താവ് ജനങ്ങളോട് മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. ഓ ഇടയന് ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ടിട്ട് അവരെന്ത് ചെയ്യും? അവർ കൂലിക്കാരനും ആടുകളെ കുറിച്ചുള്ള വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ കർത്താവ് പറയുന്നു, ഞാൻ എനിക്കുള്ളതും അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1 മുതൽ നാം വായിക്കുമ്പോൾ ഈ ഒരു ഇടയ പരിപാലനം വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്നു. അപ്പോൾ യഥാർത്ഥമായ ഒരു ഇടയ പരിപാലന്റെ ദൗത്യം എന്ന് പറയുന്നത് ആടുകളുടെ അവസ്ഥ അറിയാനായിട്ട് എന്ത് ചെയ്യണം? ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം എടുക്കാൻ എല്ലാവർക്കും. അവിടെ 1-2 വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ഓക്കെ, ഇവിടെ നാം വായിക്കുന്നു ആരാണ് യഥാർത്ഥ ആടെന്നും ഇടയനെന്നും കൗല ഇടയന്മാരെയും കുറിച്ച് കാണാനായിട്ട് കഴിയും, അല്ലേ?
ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ, അതിന്റെ മൂന്നാമത്തെ വായിക്കുന്നു, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയെ മുമ്പായി നടത്തുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അപ്പോ ഇവിടെ വിശ്വാസിയും ഇടയനും, അല്ലെങ്കിൽ ഒരു ആടും ഇടയനും തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നമ്മൾ ആടുകളും അവൻ ദൈവം മേയ്ക്കുന്ന ആടുകളുമാണ്, അവന്റെ കൈക്കിലെ ആടുകളുമാണ്. നമ്മുടെ ഇടയൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഇടയൻ ആടുകളുടെ അവസ്ഥ അറിയണം, അല്ലെങ്കിൽ അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നു എന്ന, അല്ലെ? അപ്പോ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ മെമ്മറി പവർ കുറവുള്ള വ്യക്തിയായിരിക്കാം. ഒരു സഭയിലുള്ള വിശ്വാസികളുടെ പേരുകൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അറിയണം, അവരുടെ ജോലി അറിഞ്ഞിരിക്കണം, അവരുടെ കുടുംബം, അവരുടെ മക്കൾ എത്ര പേര്, അവരുടെ ജോലി, എത്ര പേര് വിവാഹിതരായി, എത്ര പേർ വിവാഹിതരായിട്ടില്ല, എത്ര പേർ പഠിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു ഇടയ ശുശ്രൂഷന് അറിഞ്ഞിരിക്കണം, അല്ലെ? ഇപ്പൊ 3-4 വർഷം ഒരു ശുശ്രൂഷ ആയിരിക്കുമ്പോൾ ഒരു ശുശ്രൂഷന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കാണാതെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബൈബിളിനോടൊപ്പം ഒരു ഡയറി ഒരു ദൈവദാസൻ സൃഷ്ടിച്ചിരിക്കണം. ഓരോ വിശ്വാസികളുടെയും പേരും, അവരുടെ ജോലി, അവരുടെ മക്കളുടെ പേര്, വിദ്യാഭ്യാസം എന്നിവയൊക്കെ എഴുതി അനുദിനം അറ്റ്ലീസ്റ്റ് ഓരോ ദിവസം ഇവരുടെ പേരുകൾ പറഞ്ഞ് നമ്മൾ ദേവദാസനെ പ്രാർത്ഥിക്കല്ലേ. പിന്നെ സഭാ ശുശ്രൂഷ സമയം, അല്ലെങ്കിൽ സഭാരാധനയിൽ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇടയ പ്രാർത്ഥന, പാസ്റ്ററൽ പ്രയറിൽ, അല്ലെ, പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകുമെന്നുള്ളതാണ്. അപ്പോ ആടുകൾ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ഓക്കെ, അങ്ങനെ പരിപാലനമുള്ള ഒരു ദൈവദാസനെ ജനങ്ങൾ മാനിക്കുകയും സേവിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നുള്ളതിൽ മറ്റൊരു തർക്കവുമില്ല. തനിക്കുള്ളതൊക്കെ പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഒരു ഇടയന്റെ മറ്റൊരു സവിശേഷതയാണ് ആടുകളുടെ മുമ്പായി നടക്കും, അല്ലെ? നിങ്ങൾ ഈ ആട്ടിൻ കൂട്ടം ഒരുമിച്ച് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, ബ്രേക്കിനുള്ള കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ 1-2 ഒക്കെ ആടല്ലേ നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കുന്നത്. അതിന് ചിലപ്പോൾ ഒരു കയറിട്ടാലും നിൽക്കത്തില്ല, 2 കയറൊക്കെ ഇട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലയോ? അപ്പോൾ ഈ 100-ഉം 150-ഉം അല്ലെങ്കിൽ 50-ഉം 200-ഉം ഒക്കെ ആട് പോകുന്നിടത്ത് ഒറ്റ കയറ് പോലും ഒരാടിന്റെ കഴുത്തിലും കെട്ടിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ആട്ടിടയൻ എന്ന് പറയുന്നത് 2 കൊച്ചു പിള്ളേരായിരിക്കും, അല്ലേ? ഒരു ഇടയും ഫ്രണ്ടേ നിന്ന് പോകും, ഒരിടയും പുറകെ നിന്ന് വരും. ജസ്റ്റ് നടന്നു, അതെല്ലാം വരിയായിട്ട് കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലേ, നടന്ന് പോകും. അപ്പോ ആ ആടിന് ഇടയൻ ആരെന്നറിയാം, ഇടയനും അറിയാം ആടിന്റെ അവസ്ഥകൾ. അപ്പോ അതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അന്യന്മാരുടെ ശബ്ദം, അത് 5-ാമത്തെ വാക്യം വായിക്കുന്നു, അന്യന്മാരുടെ ശബ്ദം അറിയായി കൊണ്ട് അവ അനുഗമിക്കാതിട്ട് ഓടിപ്പോകും. ഈ യേശു അവരോട് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എനിക്കൊന്ന് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നെങ്കിൽ എടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോ 7:45 കഴിയുമ്പോഴേക്കും കയറാം. അപ്പോ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇടയ പരിപാലനം എന്നതും എന്താണെന്നും, ഇടയ പരിപാലനം എന്താണെന്നും, അതിന്റെ ഇടയ പരിപാലന ശുശ്രൂഷ എന്താണെന്നും, ഇടയ പരിപാലനത്തിന്റെ ദൈവശാസ്ത്രം,
അല്ലെങ്കിൽ ഇടയപരിപാലന ദൈവശാസ്ത്രം എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇടയപരിപാലനത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ഇടയപരിപാലനത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ഓക്കെ, ഇതില് ഇടയപരിപാലനത്തിന്റെ പ്രധാന ഘടകങ്ങൾ, ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്പർ 1, മറ്റുള്ളവരെ മനസ്സിലാക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഇതിൽ മറ്റുള്ളവർ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഇടയപരിപാലന ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, വിവേചിക്കുക എന്നുള്ളത്. അപ്പോ വിവേചിച്ചറിയണം, അവ്യക്തമായതിനെ മനസ്സിലാക്കാനും മനസ്സിലാക്കാനും അറിയാനും ഒരു ഇടയ ശുശ്രൂഷന് കഴിയണം. അവ്യക്തമായതിനെ മനസ്സിലാക്കാനും അറിയാനും കഴിയണം. അപ്പോ വിവേചനമില്ലാത്തതിനാൽ പല ഇടയ ശുശ്രൂഷകന്മാരും വേണ്ടവണ്ണം പരിപാലന ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോ വിവേചനപരം, അപ്പോ എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. അപ്പോൾ വിവേചിക്കേണ്ടുന്ന വരം ചിലപ്പോൾ അത് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കും. അപ്പോൾ തന്നെ ആ ഒരു വിവേചന വരം എല്ലാവരും ഒരേ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണമെന്നില്ല. പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുന്നതും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതും അത് വിവേചനപൂർവം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇടയ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു പോകാനായിട്ട്. ഇപ്പോൾ വളരെ ഉദാഹരണം, പഴയ നിയമത്തിൽ 1 ശമൂവേൽ 1:14 ഒന്ന് വായിക്കാമോ? നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പാസേജ് ആണ് 1 ശമൂവേൽ 1:14. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, കണ്ടോ? അപ്പോ ആക്ച്വലി അവിടെ നമ്മൾ ആ പാസേജ് പഠിക്കുമ്പോൾ ഹന്ന എന്ന് പറയുന്ന ആ ദേവദാസി മദ്യപിച്ചിട്ടാണോ വീഞ്ഞു കുടിച്ചിട്ടാണോ ദേവാലയത്തിൽ വന്നത്? അല്ല, അല്ലേ? അപ്പൊ നമ്മൾ ആ വാക്യത്തിന്റെ പശ്ചാത്തലം നമ്മൾ മുകളിലോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അവള് എന്തുമാത്രം ഹൃദയവേദനയോടുകൂടിയാണ്. അവിടെ ഒരു പദം പറയുന്നു, മനോവ്യസനത്തോടെ, അല്ലേ? വന്ന് കരയുകയാണ്. പക്ഷേ പുരോഹിതൻ വിവേചിക്കേണ്ടതുപോലെ വിവേചിച്ചില്ല, അല്ലെങ്കിൽ ആ സ്ത്രീയെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്നും കാണുന്ന വ്യക്തിയായിരിക്കാം, എന്നും ഇടപെടുന്ന വ്യക്തികളായിരിക്കാം, പക്ഷേ വിവേചനപൂർവം അവരെ വീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഫലവത്തായി തീരത്തില്ല. അപ്പോൾ ഹൃദയം വളരെ ദേവാലയത്തിൽ വളരെ ഹൃദയവേദനയോടെ ദേവാലയത്തിൽ നിന്ന് ഹൃദയം പകർന്നുകൊണ്ടിരുന്ന ഹന്നയെ ഏലി പുരോഹിതൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, അവളോട് പറയുകയാണ്, നീ എത്രത്തോളം നീ ഇങ്ങനെ ലഹരിയിൽ കഴിയും, നിന്റെ വീഞ്ഞ് ഇറങ്ങിക്കോട്ടെ എന്ന് ഏലി പറഞ്ഞു. കണ്ടോ? അപ്പോ മിക്ക പ്രശ്നങ്ങളുടെയും
അടിസ്ഥാനം മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, മനസ്സിലാക്കാത്ത തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പല പ്രശ്നങ്ങളും. അതിന്റെ മുഖ്യ കാരണമെന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വീക്ഷിക്കുക, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇച്ചിരി കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എങ്കിൽ മാത്രമേ ആ ഒരു ഘടകമാണ്. ഒന്നാമത്തെ ഇടയപരിപാലന ത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഒന്നാണ് വ്യക്തികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഹന്ന എന്താണ് പറഞ്ഞത്? അവൾ അത്രത്തോളം മനോവ്യസനത്തോടുകൂടി ആയിരുന്നു. ഹന്ന പറയണത് താഴോട്ട് വായിക്കും, പറയുന്നു ഞാൻ യജമാനനെ ഉണ്ടോ എന്ന് വളരെ വിനയത്തോടുകൂടെ അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ വീഞ്ഞോ മദ്യമോ ലഹരിയോ പാനീയമോ കുടിച്ചിട്ടല്ല, ദൈവമുമ്പാകെ എൻ്റെ ഹൃദയം പകരുകയാണ്. എന്നിട്ട് പറഞ്ഞ, നീ എന്നെ ഒരു നീച സ്ത്രീയായിട്ട് എന്നെ എന്ത് ചെയ്യരുത്, എന്നെ കാണരുതേ എന്നൊരു റിക്വസ്റ്റും കൂടെ പറയുകയാണ്. അപ്പോ അതിവേദനയും ദുഃഖവും കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് ഏലിപ്രവചനം അവളെ മനസ്സിലാക്കാതിരുന്നാൽ അവളുടെ ദുഃഖം പല മടങ്ങ് വർദ്ധിക്കാനായിട്ടിടയായി. പക്ഷേ ഇന്നത്തെ സാഹചര്യമാണെങ്കിലോ ഇത്രയും പോലും വേണ്ട അല്ലേ സഭ വിട്ടു പോകാൻ. അപ്പോ അന്നത്തെ ആ ഹന്ന എന്ന് പറയുന്ന ആ ദേവദാസിയുടെ അല്ലെങ്കിൽ ആ മാതാവിന്റെ ദൈവമുമ്പാകെയുള്ള വിശ്വാസവും ദൈവത്തോടുള്ള കൂറും ബന്ധവും അത്രയും ദൃഢതയുള്ളതായിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം പാസ്റ്റർ പ്രാർത്ഥിക്കാതെ വിട്ടുപോയാൽ, അല്ലെങ്കിൽ അത് പൊതുവിൽ പറഞ്ഞില്ല എങ്കിൽ, ആ ഒറ്റ കാരണം കൊണ്ട് സഭ മാറിപ്പോകുന്നവരുണ്ട്. ഞാൻ എൻ്റെ സഭ തന്നെ പറയാമല്ലോ, നമ്മുടെ ഒരു 35-40 പേര് അടങ്ങുന്ന സഭ. അപ്പോൾ ശരാശരി 35-40 പേര് ഒരു ഞായറാഴ്ച കാണും ആരാധനയ്ക്ക്. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും പേരറിയാം, കുഞ്ഞുകുട്ടി മുതൽ വലിയവരുടെ പേരും അറിയാം. ഒരു ദിവസം എന്ത് ചെയ്തു, എൻ്റെ ഓവർ കോൺഫിഡന്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ണടച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. പക്ഷേ കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ അത്രയും കോൺഫിഡന്റ് ഉണ്ട് എനിക്ക്, ഇത്ര പേരുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇന്ന് വന്നിട്ടുള്ളവർ. അപ്പോൾ ഒരരുവേന്ന് ഞാൻ പ്രാർത്ഥിക്കും, ലൈൻ പോലും തെറ്റാതെ പ്രാർത്ഥിക്കുക. പക്ഷേ ഒരു ആന്റിയുടെ പേര് ഞാൻ വിട്ടുപോയി. എനിക്ക് കണ്ണ് തുറന്നിട്ടും ഓർമ്മയില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നുള്ളത് എൻ്റെ ചിന്ത. പക്ഷെ എന്താ സംഭവിച്ചേ? അന്നാ എനിക്ക് മനസ്സിലായി, ഈ പാസ്റ്ററൽ പ്രയർ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ അത്രയും അവരെ ആഗ്രഹിക്കുന്നു, അത് അത്രയും പവർഫുൾ ആണെന്ന് എനിക്ക് അന്നാ മനസ്സിലായ. പിറ്റേ ആഴ്ച എൻ്റെ വൈഫിനോട് വേറൊരു ആന്റി പറഞ്ഞു, ഇന്ന ആന്റിക്ക് ഇന്ന വിഷമമുണ്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ, പാസ്റ്റർ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ പേര് വിട്ടുപോയി. എനിക്ക് എല്ലാവരുടെ പേര് എല്ലാ ആഴ്ചയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അന്ന് കണ്ണടച്ചങ്ങ് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് അങ്ങനെ വിട്ടുപോയതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് മറന്നതല്ല, അങ്ങനെ വിട്ടു കളഞ്ഞതല്ല, ബൈ ചാൻസ് പോയി. അപ്പോ എന്ത് ചെയ്തു, ഓക്കെ, ഞാൻ പിന്നെ അവരെ വ്യക്തിപരമായിട്ട് കാണേണ്ടി വന്നു. ഞാൻ മനഃപൂർവ്വമല്ല, ഇങ്ങനെ അങ്ങനെ വിട്ടുപോയതായിരിക്കാം. അവരോട് ക്ഷമ ചോദിച്ചിട്ട് ഓക്കെ, അപ്പോൾ അവർക്ക് ഇതായി. അപ്പോ അത്രയും കാര്യം പോലും വേണ്ടായിരുന്നു, പക്ഷെ അവരോട് പോയി വ്യക്തിപരമായിട്ട് കണ്ടത് കൊണ്ട് അവർ വീണ്ടും സന്തോഷത്തോടെ ആയിരുന്നു. പിന്നീട് അടുത്ത ആഴ്ച പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അല്ലെ. പാസ്റ്റർമാർ ചില ടെക്നോളജികൾ, ഒരു മനഃശാസ്ത്രമായിട്ടുള്ള കാര്യങ്ങൾ നീക്കണം ചില സമയങ്ങളിൽ. ഓക്കെ. അപ്പോ ഇവിടെ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പുരോഹിതൻ എന്തുമാത്രം അവരെ ആക്ഷേപിച്ചു. മനസ്സിലാക്കിയില്ലെന്ന് മാത്രമല്ല, വെളുപ്പ രാവിലെ വന്നിരിക്കെ മദ്യപിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോ അവള് പറയാണ്, നീ അങ്ങനെയല്ല യജമാനനെ, എന്നെ ഒരു നീച സ്ത്രീയെ പോലെ കരുതരുത്, ഞാൻ എൻ്റെ സങ്കടം മനോവ്യസനത്തോടുകൂടെ പകരുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഒരു കാഴ്ചയിലൂടെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് കഴിയും, കേൾവിയിലൂടെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇതല്ലെങ്കിലും നമുക്ക് അവരെ നിരീക്ഷിക്കുക. അപ്പോ ഒരു ശുശ്രൂഷകനും മുൻവിധിയോടുകൂടെ ഒരു വ്യക്തിയെ ഇടപെടാൻ അല്ലെങ്കിൽ അവരോട് ഇടപെടരുതെന്ന്. അപ്പോൾ പലരും ഒരു വ്യക്തിയെ കുറിച്ച് പല രീതിയിൽ പറയും അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷ എന്ന നിലയിൽ നമുക്കൊരു വീക്ഷണം ഉണ്ടായിരിക്കണം. കൗൺസിലിംഗ് എന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ പാസ്റ്ററൽ കൗൺസിലിംഗ് ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ അത് പഠിക്കും. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നത്, നമ്മുടെ മുന്നിൽ കൗൺസിലിംഗിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ ഒരു കൗൺസിലർ ചിന്തിക്കേണ്ടത്, അയ്യോ ഇത്രയും പ്രശ്നക്കാരനായിരുന്നോ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്നുള്ള ആ ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡോടെ അല്ല ഇരിക്കേണ്ടത്. അയ്യോ ഈ വ്യക്തിയും കർത്താവിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണല്ലോ, ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഈ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടല്ലോ എന്നുള്ളത് ഓർത്ത് ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അഭിമാനമുള്ളവരായിരിക്കണം. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്രയും പ്രശ്നം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ മുമ്പേ തകർന്നു പോകുമെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം അല്ലേ. അതുകൊണ്ട് ഒക്കെ ഇത്രയും പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്രത്തോളം പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞല്ലോ, അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തന്നല്ലോ എന്നുള്ള ആ ഒരു അംഗീകാരമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത്രയും നമ്മൾ പുറമേ അതാ ബൈബിൾ പറയുന്നല്ലേ, മനുഷ്യന് പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഓക്കെ, അതെന്തുമാത്രം സത്യമായ കാര്യമാണ് അല്ലേ. അപ്പോൾ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു ഇടയ ശുശ്രൂഷകൻ എന്ന നിലയിൽ വ്യക്തികൾ പറയുന്ന അഭിപ്രായത്തിനല്ല, ആ വ്യക്തിക്ക് പ്രാധാന്യത കൊടുത്ത് വ്യക്തിത്വത്തിന് നമ്മൾ വില കൽപ്പിക്കുകയും അവരെ മനസ്സിലാക്കേണ്ടുന്ന വിധത്തിൽ അവരെ മനസ്സിലാക്കി ചെയ്യണമെന്നാണ്. അപ്പോ ഒരു സുപ്രഭാതത്തിൽ ദാവീദിന്റെ കഥ, അതായത് 34 സങ്കീർത്തനം നമ്മൾ പഠിക്കുക. അതിന്റെ പശ്ചാത്തലം, ദാവീദ് അബീമേലെക്കിന്റെ മുന്നിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ച് ഓടുകയാണ് അല്ലേ. ഓക്കെ, അതെന്താണ്? യഥാർത്ഥത്തിൽ ഭ്രാന്തനാണോ? ആണോ? തന്റെ ജീവനെ ഭയന്ന് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ പ്രകടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടിയതാണ് അല്ലേ. ഓക്കെ, അപ്പോ ഹലോ, ഓക്കെ, അപ്പോ അവിടെ കാണാൻ അത് മനസ്സിലാക്കാൻ രാജൻ കഴിയാ. ഓക്കെ, അപ്പോ ദാവീദ് ഭ്രാന്തനായിരുന്നില്ല, മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നേടിയ ഒരു അഭിനയം മാത്രമായിരുന്നു. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അഭിനയമല്ല, അനുഭവമാണല്ലേ. അപ്പോ അനുഭവത്തിലൂടെ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ, അല്ലെങ്കിൽ ഇടയ പരിപാലനത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുക. രണ്ടാമത്തത് ക്ഷമയാണ്. ക്ഷമ, പേഷ്യൻസ്. ഓക്കെ, അപ്പോ ഇടയ പരിപാലനത്തിന്റെ മറ്റൊരു ഘടകം ക്ഷമയാണ്. അപ്പോൾ ക്ഷമ എന്നത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നിഷ്ക്രിയമായി കാത്തിരിക്കുന്നതല്ല, പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളതിനാൽ ക്ഷമയോടെ അവരുടെ പങ്കാളിയായി തീർന്ന് സഹായിക്കുകയാണ് വേണ്ടത്. അപ്പോ കർത്താവാണേൽ ഏറ്റവും റോൾ മോഡൽ അല്ലേ. കർത്താവ് ക്ഷമിച്ചു. കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതെ ഇവരോട് ക്ഷമിക്കണം. അപ്പോ യഥാർത്ഥമായ ദൈവസ്നേഹം മനസ്സിലാക്കിയ, രുചിച്ചറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ആ ക്ഷമ നൽകാനായിട്ട് കഴിയുകയുള്ളൂ അല്ലേ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ റീസെന്റ് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു അമേരിക്കയിലുള്ള ചെറുപ്പക്കാരൻ കിർക്ക് അല്ലേ, ചാർലി കിർക്ക്, താൻ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ തൻ്റെ ഭാര്യ പറഞ്ഞ ഒരു കാര്യമാണല്ലേ, ആ യുവാവിനോട് ഞാൻ ക്ഷമിച്ചു. അത് പറയാൻ അവൾക്കുണ്ടായ പ്രേരണ എന്താണ്? യേശു കർത്താവ് കാൽവറി കുരിശിൽ പറഞ്ഞു, ഇവർ ചെയ്യുന്നതിനെ തന്നെ അറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ ക്ഷമയുടെ റോൾ മോഡലായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അതുപോലെ തന്നെ 1999 സ്റ്റേറ്റ്സ് ഗ്രഹാമിനെ ഓസ്ട്രേലിയയുടെ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ ഒറീസയിലേക്ക് വന്ന ആ മിഷണറി സ്റ്റേറ്റ്സ് ഗ്രഹാമും തിമത്തി ഫിലിപ്പ് എന്ന് പറഞ്ഞ 2 കുഞ്ഞുങ്ങളെ അല്ലേ, കിരാതന്മാർ ജയിലിൽ ജീപ്പിൽ അവരെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അല്ലേ, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോ
ഈ ക്ഷമ എവിടെന്നാ വന്നത്? നമുക്ക് നിസ്സാരമായിട്ട് പറയാം അല്ലേ? പക്ഷേ ആ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവരുടെ വേദന, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് വേദനയോടെ പ്രസവിച്ച 2 ആൺകുഞ്ഞുങ്ങളെ, അല്ലേ, അതൊക്കെ അങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ക്ഷമയാണ്. ഒരിക്കൽ പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് ചോദിച്ചു, സഹോദരൻ പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണമെന്നല്ലേ? 70 വട്ടം ക്ഷമിക്കണം. അപ്പോഴേക്കും നമുക്ക് റിവെഞ്ച് ചെയ്യണമെന്നുള്ള ആ തോന്നൽ പോലും ഇല്ലാതായി പോകും എന്നുള്ളതാണ്. പ്രതികാരം ചെയ്യണമെന്നുള്ള തോന്നൽ പോലും നഷ്ടപ്പെടും എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. 70 വട്ടം ക്ഷമിക്കണം എന്നുള്ളത്. അപ്പോ ക്ഷമയാണ് ഇടയ പരിപാലന ശുശ്രൂഷയിൽ ഉണ്ടാകേണ്ട മറ്റൊരു ഘടകം. അപ്പോൾ പാസ്റ്റർമാരായിട്ടുള്ള ദേവദാസന്മാരുണ്ട്, ക്ലാസ്സിലൊക്കെ ഉണ്ട് അല്ലേ, ഭാഗികമായിട്ടെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയും എന്തുമാത്രം നമ്മൾ ക്ഷമിക്കണം അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. എല്ലാം ദൈവനാമത്തിൽ. ആണെങ്കിൽ വഴക്കിനുള്ളത് കാര്യങ്ങളൊക്കെ ഉള്ള വകയുണ്ട്. എന്നാൽ ദൈവനാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമയാണ് അടുത്ത ഇടയ പരിപാലനത്തിന്റെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പരമാർത്ഥത, സിൻസിയറിറ്റി, പരമാർത്ഥത. അപ്പോ ഈ പരമാർത്ഥത എന്നത് പരിപാലനത്തിന്റെ മറ്റൊരു ഘടകമാണ്, പരമാർത്ഥത എന്നത്. അപ്പോ വിശ്വാസികൾ പരമാർത്ഥരല്ലെങ്കിലും, പരമാർത്ഥതയുള്ളവരല്ല എങ്കിലും അവരെ നടത്തുന്ന ലീഡർ അല്ലെങ്കിൽ ശുശ്രൂഷകൻ ആയിരിക്കണമെന്ന് അല്ലെങ്കിൽ പരമാർത്ഥനായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സത്യസന്ധനും നിർവ്യാജനുമായൊരു ഇടയനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ? സത്യം മാത്രമേ ഈ കോടതി മുമ്പാകെ പറയൂ എന്ന് പറയുന്നത് പോലെ സത്യം മാത്രം പറയണം, സത്യസന്ധനായിരിക്കണം. നമ്മളൊക്കെ ഇങ്ങനെ പോവുള്ളൂ, എങ്കിലും ദൈവദാസൻ സത്യസന്ധനായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ വാക്കെപ്പോൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയതാക്കി തീർക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഇടയൻ തന്നോടും മറ്റുള്ളവരോടും സത്യസന്ധനായിരിക്കണം. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സഭാപരമായിട്ടുള്ള ഇടപെടലുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഇടയ പരിപാലനം അതിൻ്റെതായ രീതിയിൽ ഫലപ്രദമാകുകയുള്ളൂ എന്നുള്ളതാണ്. സ്നേഹത്തിൽ സത്യം പറയുന്നവരായിരിക്കണം. നല്ലവരാകുന്നതിനേക്കാൾ അവരെ പുതിയവരാക്കാൻ അങ്ങനെയുള്ളവരെ കൊണ്ടേ കഴിയുള്ളൂ. ഓക്കെ, അപ്പോ എല്ലാവർക്കും നേരത്തെ പറഞ്ഞത് മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവം ഹൃദയങ്ങളെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ ഒരു ദൈവദാസൻ പരമാർത്ഥിയും സത്യസന്ധനുമായിരുന്നെങ്കിൽ മാത്രമേ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയുള്ളൂ. അത് ഒരു ശുശ്രൂഷയിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകവുമാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രഹസ്യമായിട്ടുള്ള വിഷയങ്ങൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പറയും ദൈവദാസനോട് പ്രാർത്ഥിക്കാനായിട്ട് അല്ലേ? അപ്പോൾ അത് സത്യസന്ധമായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കണം. അവർ പറയാതെ പൊതുവിൽ പറയാൻ പാടില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വളരെ സീക്രട്ടായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം അല്ലെ? അങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ പരമാർത്ഥതയോടും സത്യസന്ധതയോടും വ്യക്തിപരമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്ത നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു ഇടയ പരിപാലനത്തിന്റെ പ്രധാന ഘടകങ്ങൾ. നാലാമത്തെ ഘടകം താഴ്മ, ഹംബിൾ. ഓക്കെ, താഴ്മ എന്ന് പറയുന്നത് ഇടയ പരിപാലനത്തിന്റെ ഒരു ഘടകമാണ്. താഴ്മ പരിപാലനത്തിന് പ്രത്യുപകാരമായി ചിലപ്പോൾ നന്ദിയോ സ്നേഹമോ ബഹുമാനമോ അപമാനമോ പഴിയോ ഒക്കെ ലഭിച്ചെന്ന് വരാം. അപ്പോ
താഴ്മ ധരിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു മറ്റേത് ജോലിയെക്കാളും പ്രതികരിക്കാൻ കഴിവുണ്ടെങ്കിലും കഴിയാതിരിക്കുക എന്ന ഒരവസ്ഥയാണ് ഇടയ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കേണ്ടത്. കർത്താവ് തന്നെ പടയാളികൾ അല്ലെങ്കിൽ അവരെ പിടിക്കാനായിട്ട് കടന്നു വന്നപ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 53-ാം അധ്യായത്തിൽ അല്ലേ, അവിടെ ചില വാക്യങ്ങൾ നമുക്ക് ഈ തിരുവത്തേഴ് ശുശ്രൂഷകളിലൊക്കെ ദേവദാസന്മാർ വായിച്ച് അത് നമ്മെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അല്ലേ. 54 ഓക്കെ, അതിന്റെ 7-ാമത്തെ വാക്യമാണ്, 53-ന്റെ 7-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ന്റെ 7. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ ഈ 53-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. പ്രത്യേകിച്ച് ആ 7-ാമത്തെ വാക്യം കർത്താവിന് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാമായിരുന്നു. പ്രതികാരം ചെയ്യേണ്ട, ആക്ച്വലി കർത്താവിന് അതിനുള്ള പവറുണ്ട്, ശക്തിയുണ്ട്, ദൈവമാണ് അല്ലേ. പക്ഷെ എന്താ ചെയ്തത്? തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ എന്ത് ചെയ്തു? വായെ തുറക്കാതിരുന്നു എന്നുള്ളത്. അപ്പോ അത്രത്തോളം ആ താഴ്മയാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഫിലിപ്പിയർക്ക് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ നാം വായിക്കുന്നത് 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, ക്രിസ്തയേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവസ്വരൂപത്തിലിരിക്കുക തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്മയുള്ളവനായി തീർന്നു എന്നുള്ളത്. അപ്പോ ആ ഒരു താഴ്മ മനോഭാവം ഉള്ള വ്യക്തി ചിലപ്പോഴൊക്കെ പല കളിയാക്കലുകൾ, അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ സഹിക്കാം, പക്ഷേ അകത്തുനിന്ന് വരുന്ന വാക്കുകളാണ് നമുക്ക് സഹിക്കാൻ കഴിയാതെ അല്ലേ. ചർച്ചിനകത്തുനിന്ന് വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതാണ് അവിടെ പരിപാലനത്തിന്റെ ഒരു ഘടകമാണ്. താഴ്മ പരിപാലനത്തിന് പ്രത്യേകപരമായി ചിലപ്പോൾ നന്ദിയോ സ്നേഹമോ ബഹുമാനമോ അപമാനമോ പഴിയോ ഒക്കെ ലഭിച്ചെന്ന് വരാം. അതൊക്കെ അംഗീകരിക്കാൻ താഴ്മ ഉള്ളവർക്കേ കഴിയുകയുള്ളൂ. മറ്റൊരാളിൽ നിന്നും പഠിക്കണമെങ്കിലും താഴ്മ ആവശ്യമാണ്. അപ്പോ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ്. ഒന്ന്, പാസ്റ്റർ ഇടയ പരിപാലനത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ 1 മറ്റുള്ളവരെ മനസ്സിലാക്കുക, 2 ക്ഷമ, 3 പരമാർത്ഥത, 4 താഴ്മ മനോഭാവം എന്നുള്ളതാണ്. അപ്പോൾ അതിന് 2 റെഫറൻസ് എഴുതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം ഫുള്ളായിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വേദവാക്യങ്ങൾ. ഓക്കെ, ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള ടൈമാണ്. ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അനുഭവസ്ഥരും ഓക്കെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നവരാണല്ലോ. അഭിപ്രായങ്ങളോ എന്തെങ്കിലും പറഞ്ഞ് എന്റെ ശബ്ദം ക്ലിയർ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിരുന്നോ? കേൾക്കാമായിരുന്നു? ഓക്കെ, അതെ, ഓക്കെ. പലരും ആദ്യം മുതലേ വീഡിയോ ഓഫായിരുന്നു. അവരൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ ഡ്രൈവിങ്ങിലോ യാത്രയിലോ ആയിരിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ചിലരൊക്കെ അവരുടേതായ ബിസി ചെയ്തോണ്ടിരിക്കും, ജോലി ചെയ്തോണ്ടിരിക്കും അല്ലേ. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, എനിവേ, നോ പ്രോബ്ലം. എനിവേ, ഓക്കെ. എനിക്ക് നമ്മുടെ കുറെ ആൾക്കാർ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന കുറെ ഇവിടെ കാണുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ കേരളത്തിൽ നാട്ടിൽ നല്ല മഴയാണ്. പ്രതീക്ഷിക്കാതെ ഇന്നലെ രാത്രി മുതൽ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കാലാവസ്ഥയുടെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. ഓക്കെ, എനിവേ,
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്, ഇനി ഒരു 15 മിനിറ്റോളം ഉണ്ടല്ലോ, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗം നമുക്ക് തുടങ്ങി വെക്കാം. അത് ഇന്ന് തീരത്തില്ല. ഓക്കെ, ഓക്കെ, എഴുതാം. അടുത്ത ഹെഡിങ് ഇടയ പരിപാലന വിധങ്ങൾ. ഇടയ പരിപാലന വിധങ്ങൾ. ഇടയ പരിപാലന വിധങ്ങൾ. അല്ലെങ്കിൽ ഇടയ പരിപാലന രീതികൾ, വിവിധ രീതികൾ. ഓക്കെ, ഇടയ പരിപാലനത്തിന്റെ വിവിധ രീതികൾ. ഈ ഇടയ പരിപാലനം ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിൽ അത് ജനങ്ങൾക്ക് പ്രയോജനമാകും, അല്ലെങ്കിൽ എങ്ങനെ ആ ഇടയ പരിപാലനം അവർക്ക് സാധ്യമാകുന്ന രീതികളാണ്, വിധങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇടയ പരിപാലനം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പ്രസംഗമാണ്. അപ്പോ ഇടയ ശുശ്രൂഷകർക്ക് പരിപാലനം പ്രകടമാക്കുവാൻ പല മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉള്ളതിൽ പ്രധാനമാണ് പ്രസംഗം. കർത്താവ് യേശുക്രിസ്തുവിന്റെ സംഭാഷണ രീതികളും പഠിപ്പീരുകളും ഒക്കെ നമുക്ക് ഈ സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടല്ലേ. അപ്പോൾ അതില് കർത്താവിന്റെ പഠിപ്പീരുകളിൽ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? സ്വർഗരാജ്യത്തെ കുറിച്ചായിരുന്നു അല്ലേ. സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോ ഈ കിങ്ഡം ഓഫ് ഗോഡ്, ഈ സ്വർഗരാജ്യം ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ രീതി എന്തായിരുന്നു, അല്ലെങ്കിൽ ആ മെത്തേഡ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? അതെ, ഉപമകളിലൂടെ, അതെ, സദൃശവാക്യങ്ങളിലൂടെ ഒക്കെ ആയിരുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ഉപമകൾ ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് അവരുടേതായ രീതിയിൽ ആ ആശയം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. അപ്പോ ഈ കൃഷിക്കാരുടെ അടുക്കൽ പോയിട്ട് അവരുടെ അടുത്ത് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയാണ്, ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പോയി, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് വഴിയരികെ വീണു, ചിലത് നല്ല നിലത്തിൽ വീണു എന്ന് പറഞ്ഞിട്ട്, അത് നല്ല നിലത്തിൽ വീണത് അത് നന്നായിട്ട് കിളിർത്തു വന്ന ഫലം പുറപ്പെടുവിച്ചു. പാറസ്ഥലത്ത് വീണത് അത് കിളിർത്തു വന്നുവെങ്കിലും വേര് പിടിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു? കരിഞ്ഞുപോയി. മുള്ളിനിടയിൽ വന്നത് വളർന്നുവെങ്കിലും മുള്ളും എല്ലാം കൂടെ കൊണ്ട് ഞെരുക്കി കളഞ്ഞു. പക്ഷേ വഴിയരികെ വീണ എന്ത് ചെയ്തു? പറവകൾ വന്ന് അതിനെ എന്ത് ചെയ്തു? തിന്നുകളഞ്ഞു. അപ്പോൾ ഈ ലോകത്തിലെ ദുഷ്ടചിന്തകളാകുന്ന പറവകൾ വന്ന് കൊത്തി തിന്നു എന്നുള്ളതാണ്. അപ്പോ എന്നിട്ട് കർത്താവ് അത് കണക്ട് ചെയ്യാണ് അല്ലേ, സ്വർഗരാജ്യത്തെ കുറിച്ച് കണക്ട് ചെയ്യാണ്. അപ്പോൾ നല്ല നിലത്തിൽ വീണത് നല്ല മനസ്സോടും വാഞ്ചയോടും വചനം കൈക്കൊണ്ടവരെയാണ് നല്ല നിലത്തിൽ വീണ വ്യക്തികളെ. അപ്പോൾ പാറസ്ഥലത്ത് വീണെന്ന് പറഞ്ഞാൽ വചനത്തോട് അനുസരിക്കാതെ മനസ്സില്ലാ മനസ്സോടെ കേട്ടോ എന്ന് ചോദിച്ചാൽ കേട്ടു, അനുസരിച്ച് ചോദിച്ചാൽ ഇല്ല അല്ലെ, അങ്ങനെയുള്ള വ്യക്തികൾ. അപ്പോ മുള്ളിനിടയിൽ എന്ന് പറയുമ്പോൾ ഈ വചനം കേട്ടു, പക്ഷേ ചിന്തകൾ അവരുടെ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സ് പല സ്ഥലങ്ങളിലായിരുന്നു. അതുകൊണ്ട് ചിന്തകൾ ആകുന്ന പറവകൾ വന്ന് എന്ത് ചെയ്തു? ആ വചനം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വർഗരാജ്യം ഇതിനോട് തുല്യമാണ് അല്ലെ. നല്ല നിലത്തിൽ നല്ല മനസ്സോടുകൂടെ കൈക്കൊള്ളുന്നവർക്ക് ആ വചനം. ഓക്കെ, അതുപോലെ പ്രസംഗം, ഒരു ഇടയ ശുശ്രൂഷനെ സംബന്ധിച്ചുള്ള പ്രസംഗം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. ഏത് മീറ്റിങ്ങിലാണെങ്കിലും ഏത് ഗസ്റ്റ് ദൈവദാസൻ ഉണ്ടെങ്കിലും നമ്മുടെ ഭാഷ ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചില്ലെങ്കിൽ നമുക്ക് തൃപ്തി വരത്തില്ല അല്ലേ. ഇപ്പോ ഇപ്പൊ മിക്കവർക്കും ഷുഗർ ഉണ്ടല്ലേ, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണ്? നിങ്ങൾ വൈകിട്ട് ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ഐറ്റംസോ സലാഡ് ഐറ്റംസോ കഴിക്കാൻ അല്ലേ. എൻ്റെ അമ്മയ്ക്കും ഷുഗറുണ്ട്, പക്ഷെ ഇതൊക്കെ കൂട്ടത്തിൽ നിന്ന് കഴിക്കുമെങ്കിലും അടുക്കളയിൽ പതിവില്ലാതെ പോകുമ്പോൾ പെട്ടെന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചോറ് ഇച്ചിരി കഴിക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ലെന്ന് അല്ലെ. പപ്പ കാണാതിരിക്കാനാണ് അടുക്കളയിൽ പോയിരുന്ന് കഴിക്കുന്നത് അല്ലെ. അപ്പൊ ഈ സൈക്കോളജി ഞാൻ പറഞ്ഞപ്പോൾ പലരും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ അല്ലെ. എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് നാട്ടിലിരിക്കുന്നവർക്ക് ഇച്ചിരി ചോറ് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്നുള്ളത് പോലെ അല്ലെ.
ദൈവദാസന്മാർക്ക് അല്ലെ പ്രസംഗം ഏത് മീറ്റിങ്ങിലും ഒരു 10 മിനിറ്റെങ്കിലും അവര് ദൈവവചനം പ്രസംഗിക്കുമല്ലോ. അതുകൊണ്ടാണ് പെന്തക്കോസുകാരായ നമുക്കൊരു ഓമന പേര് മറ്റുള്ളവരായിട്ടുള്ള അധിക പ്രസംഗിമാര് എവിടെ കണ്ടാലും 5 ആള് കണ്ട യുവമാർക്ക് പ്രസംഗങ്ങളൊന്നും അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. ദേവദാസന്മാർ 5 ആള് എവിടെ കൂടും അവിടെ ഇച്ചിരി സുവിശേഷം പറയാമെന്ന് നല്ല മനസ്സോടെ പറയുന്നവരുണ്ട്. പിന്നെ പരിസരബോധമില്ലാതെ മയക്ക് കടിച്ച് തിന്നുന്നവരുമുണ്ട്. അത് വേറെ കാര്യം അല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഈ പ്രസംഗം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, ഈ ജനങ്ങളെ മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളെ, ആ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി അല്ലേ, അയ്യോ ഞാൻ ഇത്രയും ഒരു പാസേജ് എടുത്തു ഇത്രയും പ്രസംഗിക്കണമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കടപ്പാട് ചെയ്യുകയല്ല, സാഹചര്യത്തിനൊത്ത് സന്ദർഭത്തിനൊത്ത് പറയുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥമായ ഒരു പാസ്റ്ററൽ കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർമാർക്ക് പരിപാലനം പ്രകടമാക്കുവാൻ പല മാർഗങ്ങൾ ഉള്ളതിൽ പ്രധാനമാണ് പ്രസംഗം. സാഹചര്യങ്ങൾ മനസ്സിലാക്കിയുള്ള പ്രസംഗങ്ങളിലൂടെ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വനം നൽകാൻ കഴിയും അല്ലെ. അപ്പോൾ വേദനയിലും ചിലപ്പോൾ ദേവദാസന്മാർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന, തയ്യാറാക്കി കൊണ്ടുപോകുന്ന മെസ്സേജ് ആയിരിക്കത്തില്ല ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പോകുമ്പോൾ പ്രസംഗിക്കുന്നത്. ചിലപ്പോൾ അവിടുത്തെ പ്രാർത്ഥനയും അന്തരീക്ഷവും അവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ചിന്തകൾ, ചിലപ്പോൾ തയ്യാറാക്കിയ ചിന്തകളായിരിക്കത്തില്ല പ്രസംഗിക്കുന്നത് അല്ലേ. സന്ദർഭത്തിനൊത്ത് ദൈവം അവർക്ക് വചനങ്ങളെ നൽകും. ആ ഒരുക്കത്തോടുകൂടെ പോയി കഴിഞ്ഞാൽ അത് ആ ജനത്തിന് അവിടെ ആശ്വാസം കിട്ടാനായിട്ട് ഇടയാകുമെന്നുള്ളത്. അപ്പോ ഈ പഴയ നിയമകാലത്ത് ദൈവം നോഹ അപ്പച്ചനൊരു അരുളപ്പാട് കൊടുത്തല്ലേ, വലിയൊരു മഴ വരാൻ പോവുകയാണ്, പെട്ടകം ഉണ്ടാക്കണം അല്ലേ. പക്ഷേ എന്ത് ചെയ്തു? നോഹ അപ്പച്ചൻ പ്രസംഗിക്കാനായിട്ടല്ലേ, രാവും പോലും ഒക്കെ പ്രസംഗിക്കാനായിട്ടേ. ഹലോ, കേൾക്കാമോ? ഓക്കെ. എൻ്റെ നെറ്റിന്റെ ആ ഡേറ്റ തീർന്നത് കൊണ്ടാണ്.